എം.കെ. മുനീർ ആഗ്രഹിക്കുന്നത് ആരാവണമെന്നാണ്? ഒരു ഗവൺമെന്റ് വരുന്നുള്ള 100% ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അതുപോലെ ഒരാളെ ഇനി അടുത്ത ഭരണകൂടം വരുന്ന സമയത്ത് അങ്ങയുടെ ആശയങ്ങൾ നിസ്സാവിക്കുകയും ഞങ്ങൾക്ക് AI ലാബുകൾ സ്കൂളുകളിൽ ഉണ്ടാക്കിയത്. ഡിജിറ്റലി പുസ്തകം വായിക്കാൻ പറ്റുക, 3000-ഓളം പുസ്തകങ്ങൾ കുട്ടികൾക്ക് ഇരുന്നിട്ട് ഡിജിറ്റലി വായിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യത്തെ 2 AI ലാബുകൾ സ്കൂളിൽ വരുന്നത് പുതുവല്ലിയിലാണ് ഞാൻ കൊണ്ടുവന്നതാണ്. എൻ്റെ മനസ്സിൽ ധാരാളം ആശയങ്ങളുണ്ട്. അത് ഗവൺമെൻറ്റുമായി പങ്കുവെക്കുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും അന്ന് ഞാൻ സാമൂഹ്യനീതി മന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് അതങ്ങല്ലേ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ ഡോക്ടർ എം.കെ. മുനീറിന്റെ അടുത്താണ് സംസാരിക്കാനെത്തിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് ഡോക്ടർ എം.കെ. മുനീർ. പാട്ടുകാരനാണ്, ചിത്രകാരനാണ്, രാഷ്ട്രീയ നേതാവാണ്, ഡോക്ടറാണ്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ എം.കെ. മുനീറിനെ നമുക്കിന്ന് കുറച്ച് കേൾക്കാം. ഡോക്ടർ എം.കെ. മുനീർ എല്ലാ ഇലക്ഷനിലും വളരെയധികം തിരക്കുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാ കാലത്തും ഈ ഇലക്ഷനിൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം പോകുന്നു, അവരോടൊപ്പം പ്രചരണത്തിന് പോകുന്നു. അതിനപ്പുറം ഇവിടെയുള്ള ഇഷ്ടംപോലെ പുസ്തകങ്ങളൊക്കെ ഞാനിങ്ങനെ കാണാണ്. എങ്ങനെയാണ് ഈ ഇലക്ഷനെ ഡോക്ടർ എം.കെ. ഈ ഇലക്ഷനിൽ കുറച്ചുകൂടി നമുക്ക് സെലക്റ്റീവായിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാലും എല്ലാ ദിവസവും പ്രചരണ പരിപാടികളുണ്ട്. ഇന്നിപ്പം പേരാമ്പ്ര, കുറ്റ്യാടി ഭാഗത്ത് പോകുന്നുണ്ട്. ഇനി തിരുവനന്തപുരം, അതുപോലെ തന്നെ ചവറ, പിന്നെ അങ്ങോട്ട് കാസർഗോഡ്, മഞ്ചേശ്വരം, തൃക്കരിപ്പൂര്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരും ദിവസങ്ങൾ പോകുന്നുണ്ട്. ഇനി പക്ഷെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ പരമാവധി സ്ഥലങ്ങളിൽ പോയി പ്രചരണത്തിൽ പങ്കെടുക്കുക. ബാക്കിയുള്ള സമയം വീട്ടില് വായനയിലൊക്കെ മുഴുകിയിരിക്കുക എന്നുള്ളത്. അങ്ങ് MLA ആയിരിക്കുമ്പോഴാണ് പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം, IT അധിഷ്ഠിത പഠനം ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ അത്തരത്തിൽ അങ്ങ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അത് കാര്യപ്രാപ്തമായി പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ കൊടുവള്ളിയിൽ MLA ആയിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് AI ലാബുകൾ സ്കൂളുകളിൽ ഉണ്ടാക്കിയത്. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യത്തെ 2 AI ലാബുകൾ സ്കൂളിൽ വരുന്നത് കൊടുവള്ളിയിലാണ് ഞാൻ കൊണ്ടുവന്നതാണ്. ഒന്ന് കൊടുവള്ളി സ്കൂളിലും ഒന്ന് പന്നൂർ സ്കൂളിലും 2 സ്കൂളിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ IT അധിഷ്ഠിതമായിട്ടുള്ള കുറേ ഡിജിറ്റൽ ലൈബ്രറികൾ സ്കൂളുകളിൽ ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. അന്ന് സൗത്തിൽ ഉള്ള സമയത്ത് ഏകദേശം 6-7 സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറികൾ സ്കൂളുകളിൽ കൊണ്ടുവന്നു. അത് തന്നെ ഇപ്പോൾ ഇനി 10 സ്കൂളുകളിൽ കൊടുവള്ളിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഡിജിറ്റലി പുസ്തകം വായിക്കാൻ പറ്റുക, 3000-ഓളം പുസ്തകങ്ങൾ കുട്ടികൾക്ക് ഇരുന്നിട്ട് ഡിജിറ്റലി വായിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിജിറ്റൽ രംഗത്ത് പ്രത്യേകിച്ച് IT ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ, കാരണം ഇനിയുള്ള കാലത്ത് എല്ലാറ്റിലും ടെക്നോളജി കയറി വരുന്നുണ്ട്. പണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിൽ ഇനിയുള്ള കാലത്ത് കമേഴ്സ് എടുത്താലും ലോ എടുത്താലും ഒക്കെ ടെക്നോളജി അതിൻ്റെ കൂടെ വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം കുട്ടികൾ ടെക്നോളജിയിൽ കൂടുതൽ പ്രാവീണ്യം നേടണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങേ പോലെ ഒരാളെ ഇനി അടുത്ത ഭരണകൂടം വരുന്ന സമയത്ത് അങ്ങയുടെ ആശയങ്ങൾ നിസ്സാവിക്കുകയും ഞങ്ങൾക്കൊക്കെ. തീർച്ചയായിട്ടും. കാരണം ഏതായാലും നമ്മുടെ ഒരു ഗവൺമെന്റ് വരുന്നുള്ള 100% ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ധാരാളം ആശയങ്ങളുണ്ട്. അത് ഗവൺമെൻറ്റുമായി പങ്കുവെക്കുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അങ്ങ് ഡോക്ടറാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, പാട്ടുകാരനാണ്, ചിത്രം വരയ്ക്കുന്ന ആളാണ്, എഴുത്തുകാരനാണ്, പബ്ലിഷറാണ്. ഡോക്ടർ എം.കെ. മുനീർ ആഗ്രഹിക്കുന്നത് ആരാവണമെന്നാണ് ഈ എല്ലാ കാറ്റഗറിയിലും? ഞാൻ പൊതുപ്രവർത്തകൻ എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തിയുള്ളത്. കാരണം സാധാരണക്കാരനെ എപ്പോഴും കാണാനും അവരുടെ വിഷയങ്ങൾ കേൾക്കാനും അതിന്
പരമാവധി പരിഹാരം ഉണ്ടാക്കാനും കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃതി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. കാരണം അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമായിട്ട് മാറും. മറ്റൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളാണല്ലോ, വരയ്ക്കുന്നതാണെങ്കിലും പാടുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും ഒക്കെ ഒരു എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. മറ്റുള്ളത് മറ്റുള്ളവർക്കും അതിൻ്റെ സഹായം കിട്ടും. ഇപ്പം ഞാൻ ഡോക്ടറാണ്, പക്ഷെ എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. ഡോക്ടർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു സേവന മേഖലയാണ്. പക്ഷെ അത് കഴിയാത്തതിൽ എനിക്ക് അത്ര വലിയ ഒരു പ്രയാസം തോന്നാത്തത് ഇപ്പുറത്ത് ഞാൻ പൊതുപ്രവർത്തനത്തിൽ 24/7 എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഡോക്ടർ എം കെ മുനീർ ഒരു സെക്കുലർ ആയ ഒരു മനുഷ്യനാണ്. വളരെയധികം പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ്. പലപ്പോഴും പല ആളുകളും എന്നോട് പറയാറുണ്ട്, അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനായി മാത്രം നിൽക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ പാർട്ടിയുടെ കൂടെ മുസ്ലിം ലീഗ് എന്ന ഒരു സമുദായത്തിന്റെ പേര് കൂട്ടിച്ചേർക്കുന്നതിൽ ചെറിയ വിഭാഗമെങ്കിലും ആളുകൾ അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് സാറിന് അതിനെ കുറിച്ച് അഭിപ്രായം? പക്ഷെ പേരിലല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പാർട്ടിയുടെ ആശയം എന്താണെന്നുള്ളതിലാണ്. പേര് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും മനോഹരമായ പേരല്ലേ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് പറയുന്നത് പോലെ സങ്കുചിതവും വർഗീയവുമായി പ്രവർത്തിക്കുന്ന വേറെ പാർട്ടികൾ വേറെ ഇല്ലല്ലോ. അപ്പോൾ എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജയിച്ചു വരുന്നത്, ഇപ്പം ഞാൻ പലപ്പോഴും മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ല മത്സരിക്കാറുള്ളത്. ഹിന്ദു സമൂഹവും അതുപോലെ തന്നെ ക്രിസ്തീയ സമൂഹമൊക്കെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ് ഞാൻ പലപ്പോഴും ജയിച്ചു വന്നിട്ടുള്ളത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ ആ പേരല്ല നോക്കുന്നത്, നമ്മൾ എന്താണ് ആ വ്യക്തി, അദ്ദേഹം സെക്കുലറാണോ, മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണോ, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നവരാണോ എന്നുള്ളതാണ്. നമ്മൾ ഈ കമ്മ്യൂണൽ പാർട്ടിയും കമ്മ്യൂണിറ്റേറിയൻ പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുകയും ആ മതമല്ലാത്തതൊന്നിനെയും ഉൾക്കൊള്ളാതിരിക്കുകയും മറ്റു മതത്തോട് വിദ്വേഷപരമായി പെരുമാറുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണലിസം. കമ്മ്യൂണിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നോക്കം തള്ളപ്പെട്ടുപോയ ജനവിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുന്നു എന്നതിനപ്പുറം മറ്റുള്ള എല്ലാ സമുദായങ്ങളെയും ഒന്നായി കാണാനും അവർ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യാനും പറ്റുന്നതിനെയാണ് കമ്മ്യൂണിറ്റേറിയൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗ് എപ്പോഴും ഒരു കമ്മ്യൂണിറ്റേറിയൻ പാർട്ടിയാണ്, കമ്മ്യൂണൽ പാർട്ടി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മതവിഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെടാനും ഇപ്പം എല്ലാ മതങ്ങൾക്കും ഇതിലേക്ക് മെമ്പർഷിപ്പ് പോലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല. അതേസമയം പല കാരണങ്ങളാലും ചരിത്രപരമായ കാരണങ്ങളാലും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രത്യേകമായ എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് മുസ്ലിം ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ ശരിക്കും മുസ്ലിം ലീഗിൽ നിന്ന് ഇതുവരെ ഒരു സ്ത്രീ MLA ഉണ്ടായിട്ടില്ല നമുക്ക്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു വനിത മത്സരിച്ചിരുന്നു. ഇപ്പോഴും 2 പേര് മത്സരിക്കുന്നുണ്ട്. എന്താണ് സാറിന് തോന്നുന്നത്? പ്രാവശ്യം നമ്മുടെ പ്രതിനിധികൾ ഉണ്ടാവും, നിയമസഭയിൽ ഉണ്ടാവും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിനെ കൂടുതൽ അവസരം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വരും കാലങ്ങളിൽ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ നിയമനിർമ്മാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 33% സ്ത്രീകൾക്ക് പിന്നെ സംവരണം തന്നെ ചെയ്യാനുള്ള ഒരു നിലപാട് എല്ലാ മുന്നണികളും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. ഇപ്പം നമ്മൾ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടില്ല, ആ സ്ത്രീകൾ പല സ്ഥലത്തും വളരെ ശോഭിക്കുന്നുണ്ട്. അവർക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതല്ല. അവർ കൂടുതൽ സത്യസന്ധതയോടുകൂടിയും സുതാര്യതയോടുകൂടിയും അഴിമതിരഹിതമായിട്ടും ഒക്കെ പ്രവർത്തിക്കാൻ കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം.
അതിനപ്പുറം ഡോക്ടർ എം കെ മുനീറിന് വേണമെങ്കിൽ എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഡോക്ടർ എം കെ മുനീർ നടത്തുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, ഒലിവ് പബ്ലിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്സേ അല്ല. എങ്ങനെയാണ് സാറ് പബ്ലിക്കേഷനും അതുമായിട്ടുള്ള ജീവിതം? ഞാൻ തുടങ്ങിയ ഒരു ബിസിനസ്സും ലാഭകരമായി അല്ല നടത്തിയിട്ടുള്ളത്. കാരണം ലാഭത്തേക്കാൾ കൂടുതൽ നമ്മുടെ പാഷനാണ്. അപ്പം എനിക്ക് ഞാൻ 25 വർഷമായി ഒരു പബ്ലിക്കേഷൻ നടത്തുന്നു. അത് ഒരു ലാഭേച്ഛയോടുകൂടി നടത്തുന്നതല്ല. പിന്നെ ഒരു ഹോസ്പിറ്റൽ, ഞാൻ ഒരു വാടക കെട്ടിടത്തിൽ ഒരു ഹോസ്പിറ്റൽ, അത് എൻ്റെ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നടത്തുന്നതാണ്. അതും ലാഭകരമായിട്ടല്ല. അപ്പം കച്ചവടം എന്ന് പറയുന്നത് ഒന്നാമത് എൻ്റെ രക്തത്തിൽ കച്ചവടം ഇല്ല, അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കച്ചവട ഉദ്ദേശത്തോടു കൂടിയല്ല, നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ആരോഗ്യ എന്താ പറയാ പൊതുജനങ്ങളുടെ ഹെൽത്ത് അവയർനെസ്സിനെ കുറിച്ചൊക്കെയുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണമൊക്കെ അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡോക്ടർ എന്ന രീതിയിൽ അങ്ങയുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനെ ഒരു ആഗോള ആരോഗ്യ നയത്തിലൊന്നും ആളുകൾ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അന്ന് ഞാൻ സാമൂഹ്യനീതി മന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഏകദേശം 650 കുട്ടികളിലധികം കുട്ടികൾക്ക് കേൾവി ശക്തി ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ അവർക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ക്യാൻസർ സുരക്ഷാ പദ്ധതി, ഏറ്റവും ചെറിയ കുട്ടികൾക്ക് RCCയിൽ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യമായ ചികിത്സ കിട്ടുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് അതിന് ഉള്ള തുക അവിടെ കെട്ടിവെക്കുമായിരുന്നു. അതേപോലെ ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിലും നമ്മൾ നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ രോഗം വരുന്ന കുട്ടികൾക്ക് ഉള്ള സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യരംഗത്ത് കുറേ കാര്യങ്ങൾ. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഹീമോഫീലിയ കുട്ടികൾക്കുള്ള മുഴുവൻ ഫാക്ടറികളും നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു സൗജന്യമായിട്ട്. ഇനി അങ്ങോട്ട് ഈ പുതിയ കാലത്ത് ഇതൊക്കെ വലിയ ഭാരിച്ച ചെലവായി മാറുകയാണ്. സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ പല കോർപ്പറേറ്റുകളും പ്രത്യേകിച്ച് വിദേശ കോർപ്പറേറ്റുകൾ വന്ന് ഏറ്റെടുക്കുന്നൊരു സാഹചര്യം. ഇതെല്ലാം കൂടി ഇനി വരുന്ന കാലത്ത് ചികിത്സ കൂടുതൽ ഭാരിച്ച ചെലവുള്ളതായി മാറാൻ പോവാണ്. അപ്പോൾ അതിനൊരു നയം ആവശ്യമാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ താഴെത്തട്ടിൽ നടക്കുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്റർ അടക്കം ശാക്തീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മെഡിക്കൽ കോൺക്ലേവ്, ഹെൽത്ത് കോൺക്ലേവ് UDF സംഘടിപ്പിച്ചിരുന്നു. അതിൽ നമ്മളൊരു നയം രൂപീകരിച്ചിട്ടുണ്ട്. അധികാരത്തിൽ വന്നാൽ അത് യാഥാർത്ഥ്യമാക്കിയാൽ തന്നെ പാവപ്പെട്ടവന് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത രീതിയിൽ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവും. 2026 ഇലക്ഷൻ സമയത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരു 10 വർഷത്തെ തുടർഭരണം നമുക്കുണ്ടായി. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് UDF അധികാരം കിട്ടുമെന്ന് സാർ വിചാരിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ 10 വർഷം ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങൾ അത് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ചികിത്സ പോലും സാധ്യമാകാത്ത സാഹചര്യം. നമ്മളൊക്കെ ഒരു കേരള മോഡൽ ഹെൽത്ത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ശരിക്കുള്ള കേരള മോഡൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഈ പ്രൈവറ്റ് മേഖല ശക്തിപ്പെടുകയും ശരിക്കും ഗവൺമെൻറ് മേഖല തളർന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പലരും അതുകൊണ്ട് ഇവിടെ ചികിത്സക്ക് നിൽക്കാതെ വേറെ രാജ്യങ്ങളിലേക്ക് ചികിത്സ തേടി പോകുന്ന സാഹചര്യം വരെയുണ്ട്. അവർ തിരിച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് മേഖല ശക്തിപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ 10 വർഷം സഹിച്ചത് ഇനി അവർ കൂടുതൽ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു തുടർഭരണം ഇനി
ഒരു കാരണവശാലും ഇടതുപക്ഷത്തുള്ളവർ വരെ പൊറുതിമുട്ടിയിരിക്കുന്നു. അതാണല്ലോ സച്ചിദാനന്ദനെ പോലെയുള്ളവർ ഈ ഗവൺമെൻറ് ഇനി വീണ്ടും വരരുത് എന്ന് പറയാനുള്ള കാരണം. പുതിയ ആളുകൾ, ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട്. അങ്ങേ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പുതിയ തലമുറയിലുള്ള ആളുകളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? പുതിയ തലമുറയുടെ കാലമാണത്. കാരണം പ്രത്യേകിച്ച് ജെൻസി എന്നൊക്കെ പറയുന്ന പുതിയ തലമുറ, രാഷ്ട്രീയം അവർക്ക് താല്പര്യമില്ലാത്ത വിഷയം കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവര്, ഞാൻ പറയുന്ന രാഷ്ട്രീയ അവബോധം അവരിൽ കൂടുതലായി ഉണ്ടാവണം. കൂടുതൽ രാഷ്ട്രീയം, ഈ നോൺ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ഒരു ഫാഷനായി കാണുന്ന ഒരു കാലമാണ്. അത് അപകടകരമാണ്. രാഷ്ട്രീയ അവബോധം എപ്പോഴും ഉണ്ടാവണം. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു യഥാർത്ഥ പൗരനായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുകൾ പരപ്പിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു പൊങ്ങുതടിയായി മാറിപ്പോകും. ഇപ്പോൾ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൊങ്ങുതടിയായി മാറാതെ നോക്കുകയും രാഷ്ട്രീയത്തെ ആഴത്തിൽ അപഗ്രഥിക്കുകയും അതിലൂടെ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. സോഷ്യൽ മീഡിയകളിലാണ് നമ്മൾ പലരും ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയകൾ തന്നെ ഗുണകരമായി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അത് ആരെങ്കിലും തകർക്കാൻ വേണ്ടി ഉള്ള ആയുധമാക്കാതെ എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു പുതിയ തലമുറ അത് മനസ്സിലാക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെറുപ്പക്കാര് മത്സരിക്കുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ പുതിയ തലമുറയുടെ ആഗ്രഹ സഫലീകരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അങ്ങയുടെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ അല്ല, ഞാൻ പിന്നെ നമ്മള് വിഷമങ്ങളെ അടിച്ചമർത്തുകയും സന്തോഷിക്കാനുള്ളത് മാത്രം ഓർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏക പോകുമ്പഴി തന്നെയാണ്. മനുഷ്യനാണ്, മനുഷ്യന് ധാരാളം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. പല പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. അത് തന്നെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ നല്ല കാര്യങ്ങളെയും സന്തോഷം നൽകിയ മുഹൂർത്തങ്ങളെയും ഓർക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള തള്ളിക്കളയുക അല്ലെ? ഒരുപാട് പുസ്തക ശേഖരങ്ങളുണ്ട്. സ്വന്തമായി ഒരു ലൈബ്രറി ആയിട്ട് പോലും ഇവിടെ ഒരു സ്ഥലമുണ്ട് സാറിന്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 ബുക്ക് പറയാൻ പറഞ്ഞ സാർ ഏത് പറയും? ഇപ്പം ഞാൻ സാധാരണ ഫിക്ഷനൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ ഫിക്ഷനിൽ നിന്ന് നോൺ ഫിക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ അടുത്ത് ഞാൻ അരുൺ ഷൂരി എഴുതിയിട്ടുള്ള ന്യൂ ഐക്കൺ എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട, സവർക്കറിനെ കുറിച്ചുള്ള പുസ്തകമാണ്. പക്ഷെ അരുൺ ഷൂരി അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് സവർക്കറിനെ നോക്കിക്കാണുന്ന ഒരു പുസ്തകമാണ്. പിന്നെ അംബേദ്കറിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം പാർട്ട് എ പാർട്ട് എന്ന് പറയുന്ന, അതാണ് അംബേദ്കറെ കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ജീവിത ചരിത്രം എന്ന് എനിക്ക് തോന്നുന്നു. അശോക് ഗോപാൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. നല്ലൊരു ബയോഗ്രഫിയാണ്. അതേപോലെ തന്നെ ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്ന ആനന്ദ് ടെൽടുംബഡെയും അംബേദ്കറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകം. ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വായിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. പിന്നെ അതിന് പുറമെ പിന്നെ ഈ നമുക്ക് തന്നെ പിന്നെ മോട്ടിവേഷൻ തരുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഗായി പോലെയുള്ള പുസ്തകങ്ങളുണ്ട്. അങ്ങനെ അത് നമുക്ക് ഒരു മോട്ടിവേഷൻ, നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ നൽകുന്ന പുസ്തകമാണ്. അതിൽ ഡീപ്പ് തിങ്കിങ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അങ്ങനെ പല മേഖലകളിലെ പുസ്തകങ്ങൾ ഒരു പ്രത്യേകമായ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പുസ്തകങ്ങളല്ല. അപ്പം ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുസ്തകം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാനുമാഷയുടെ പുസ്തകവും അതുപോലെ തന്നെ കുമാരനാശൻ എഴുതിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, സുഭദ്ര എഴുതിയിട്ടുള്ള പുസ്തകം, അങ്ങനെ കുറേയധികം പുസ്തകങ്ങളുടെ വായനയിലാണ് ഞാൻ. സുകുമാർ എഴുതിക്കോടിൻ്റെ ഗുരുവിൻ്റെ ദുഃഖമടക്കമുള്ള പുസ്തകങ്ങളൊക്കെ വീണ്ടും ഒരു പുനർവായന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഡോക്ടർ MK മുനീർ, രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ജനങ്ങളുടെ ആവേശമാണ്. ഒരുപാട് ഇഷ്ടമുള്ള മനുഷ്യനാണ്. അങ്ങക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആശയങ്ങളുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാളാണ്. അങ്ങ് കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ വായനയും എഴുത്തും പാട്ടും ചിത്രവും ഒക്കെ ആയിട്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ ഏറെ സന്തോഷത്തോടെ നന്ദി.